സാമുവൽ മേന അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സാമുവൽ മേന ജന്മശതാബ്ദി പുരസ്കാരം. അവാർഡ് നൽകുന്നത് സംഗീതത്തിലൂടെ സർവ്വ ചൈതന്യത്തെ അറിയുന്ന ശ്രീ പ്രിൻസ് രാമവർമ്മയാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ബ്ലെസ്സിയെ അവാർഡ് വിതരണം ചെയ്യാൻ ശ്രീ അശ്വതി രാമവർമ്മയെ ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയ്യടി കൊടുക്കൂ പ്ലീസ്. രാമവർമ്മയുടെ കയ്യിൽ നിന്നും ഫലകം സ്വീകരിച്ചതിന് ശേഷം ബ്ലെസ്സിക്ക് 1,00,000 രൂപയുടെ ഉപഹാരത്തുക സമ്മാനിക്കാൻ സാമുവൽ മേനയുടെ മൂത്ത മകളായ മിസസ് വിനി എബ്രഹാമിനെ ക്ഷണിക്കുന്നു. Thank you, Sir and Viniji, for presenting the awards. We are eagerly waiting for the award recipient speech. Welcoming Blessy, the face of Indian cinema in the world, for a short speech on this occasion. ഏറ്റവും ആദരവും സ്നേഹവും ബഹുമാനവുമുള്ള വേദിയിലെയും സദസ്സിലെയും ആദരണീയരായ സുഹൃത്തുക്കളെ, ധാരാളം അവാർഡുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ എൻ്റെ മനസ്സിലെവിടെയോ ഞാൻ വാങ്ങിക്കുന്നത് എന്താണ് എന്ന് ആത്മാർത്ഥമായി എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയും ഇതിൻ്റെ പിന്നിലെ അദ്ദേഹത്തിനെ സാമുവൽ മേനയെ ഞാൻ കണ്ടിട്ടില്ല. മാക്സിയിലൂടെയും സിൽവിയയിലൂടെ ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പോലെ ഈ ഡോക്യുമെൻ്ററിയിലൂടെയാണ് അദ്ദേഹത്തിനെ ഞാൻ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ ആത്മീയതയുടെ ോട് ചേർന്ന് നിന്ന്, ഞാൻ ഇവിടെ പറയുമ്പോൾ സിബി പറഞ്ഞതുപോലെ ഒരു മതത്തിൻ്റെ ആത്മീയതയല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയത ഉണർത്തുന്ന ഒരു രാഷ്ട്രീയം, മനുഷ്യരായി ജീവിക്കുന്ന ഇടങ്ങളിൽ സമൂഹം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നന്മയുടെ വലിയ ഒരു രാഷ്ട്രീയം. അത് ലോകത്തിൽ വിവിധങ്ങളായ രീതികളിൽ, പ്രത്യേകിച്ച് സാഹിത്യത്തിലൂടെ, തൻ്റെ രചനകളിലൂടെ, ചിത്രങ്ങളിലൂടെ, ഫോട്ടോഗ്രാഫിയിലൂടെ അദ്ദേഹം കൈവയ്ക്കാത്തതായിട്ടുള്ള ഒരു മേഖലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരുപാട് കൊല്ലം ഒരു ചലച്ചിത്രകാരനാകാൻ വേണ്ടി തിരുവല്ലയിലൂടെയും മറ്റിടങ്ങളിലൂടെയൊക്കെ അലഞ്ഞ് 18 വർഷക്കാലം വിവിധങ്ങളായ ആൾക്കാരോടൊപ്പം സഹസംവിധായകനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു ചലച്ചിത്രകാരനായ ഒരാളാണ് ഞാൻ. പെട്ടെന്നൊരു ദിവസം സിനിമാ സംവിധായകനായ ആളല്ല. അതുകൊണ്ട് തന്നെ ഒരു ചലച്ചിത്രകാരനാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിനെയും അതിലൂടെ അദ്ദേഹം അനുഭവിച്ച വേദനയും ഒക്കെ ഞാനിന്ന് അറിയുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ അവാർഡ്, എന്തിനാണ് ഈ അവാർഡ്? 100 വർഷങ്ങൾക്ക് ശേഷവും ഒരു വ്യക്തിയെ
സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തെ അറിഞ്ഞവർ ഇവിടെ കുറച്ച് ആൾക്കാരെയുള്ളൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഈ അവാർഡിൻ്റെ പെരുമ എന്ന് പറയുന്നത് വലിയൊരു ജനസാഗരത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വലിയ അവാർഡായി മാറും. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെയൊക്കെ നെഞ്ചിന്, നിങ്ങളുടെയൊക്കെ മനസ്സിന് വളരെ മൃദുവും കനവും കുറവുമാണ്. അല്പനേരമെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന ഈ അല്പനേരമെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന് സാന്ദ്രമായ ആർദ്രത നിങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ഈ ചടങ്ങുകളിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തികഞ്ഞ ആത്മാർത്ഥത, തികഞ്ഞ സത്യസന്ധത. ഇവിടെ നമ്മളെയൊക്കെ വിളിച്ചു വരുത്തിയ ഈ കുടുംബം ഇവിടെ നമ്മളോടൊക്കെ ചെറുതും വലുതുമായ രീതിയിൽ പറയുമ്പോൾ ഇവിടെ എനിക്ക് ഒരു കാപ്പി ഒഴിച്ചു തന്നപ്പോൾ സിൽവി പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നുണ്ടായിക്കൊണ്ടുള്ള കാപ്പി. ഒരു അതിഥിയെ എത്രത്തോളം ചെറിയ, എനിക്കങ്ങനെ ഒന്നും വലിയ കാര്യത്തിൽ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി, ചെറിയ അനുഭവങ്ങളിലൂടെ നമ്മളെ സ്പർശിക്കുവാൻ കഴിയും. പലപ്പോഴും എഴുത്തുകളിലുമൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ചെറിയ കാര്യങ്ങളിലാണ് നമുക്ക് പലപ്പോഴും ഗാഢമായി സ്പർശിക്കുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ രചനകൾ ഒക്കെ വ്യത്യസ്തമായ രീതികളിൽ വായിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ക്രിസ്തു ദർശനം എന്താണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ഇവിടെ ജസ്റ്റിസ് നമ്മളോട് സംസാരിച്ചു. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇവിടെ പലപ്പോഴും നമുക്കിപ്പോൾ എവിടെ എങ്ങനെ പറയണം എന്നുള്ളത് വലിയൊരു ആശങ്കയുണ്ട്. കാരണം അതിനുള്ളൊരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ. കാരണം നന്മയെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഒരാളോട് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു യുഗപുരുഷനായി, എൻ്റെ ആത്മീയ ഗുരുവായി ഞാൻ കാണുന്നത് ക്രിസ്തുവിനെയാണ് എന്ന് പറയുവാൻ കാരണം, സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് എന്നോട് പറഞ്ഞു തന്നത് ഈ ലോകത്തിനോട് പറഞ്ഞു തന്നത് ക്രിസ്തുവാണ്. അപ്പം ഈ സ്നേഹം ആണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനപ്പുറമായ വല്യ ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുവാൻ കഴിയുന്നത് ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു തലം കൂടെയാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ സിനിമകളെ ഞാൻ സമീപിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഈ നന്മ, ആർദ്രതയും മറ്റുള്ളവരോട് കാണിക്കുന്ന ചെറിയ അനുകമ്പയും ഒക്കെ പുലർത്തുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ തരത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ്. ശ്രീ സാമുവൽ മേനയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഒക്കെ കുറച്ച് നിമിഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ വലിയൊരു പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മതം മാറും, രാഷ്ട്രീയം മാറും, നമുക്ക് നിലനിൽപ്പിനായിട്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കായിട്ട് നമ്മൾ പലതും മാറിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ ആൾക്കാർ ഉള്ള ഇടങ്ങളാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ചെറിയ ജീവിതത്തിനെ തൻ്റെ ചിന്തകൾ ദിശാബോധത്തോടുകൂടി, പ്രത്യേകിച്ച് സാഹിത്യത്തോടുകൂടി, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കുണ്ട് ഈ ക്രിസ്ത്യൻ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്താണ് ഈ കലാരംഗങ്ങളെയൊക്കെ കുറച്ചെങ്കിലും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം ഇതെന്തോ ഒരു തെറ്റാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു സാമുവൽ മേനയും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ ചലച്ചിത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ മോശമായ ഒരു ചിന്തകളാണ് എന്നുള്ള അത് ഇക്കാലത്ത് പോലും പുലർത്തുന്ന ഒരു ഘട്ടത്തിലാണ് 60-കളിലും 70-കളിലുമൊക്കെ അദ്ദേഹം അതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്.
ഓർപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പുലർത്തുന്ന, അദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന, പ്രത്യേകിച്ച് ചലച്ചിത്രരംഗത്ത് ആഗ്രഹണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഒരു വഴിയിലൂടെ അല്പമെങ്കിലും സഞ്ചരിക്കുവാൻ സാധിച്ച ഒരു ചെറിയ ചലച്ചിത്രകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ലഭിച്ച വലിയൊരു ബഹുമാനമായിട്ടാണ് ഞാൻ ഈ അവാർഡിനെ കാണുന്നത്. ഇതിന് എന്നെ തിരഞ്ഞെടുത്തത് മാക്സിയുടെയും സിൽവയുടെയും കൃപയുടെയും ഒക്കെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നന്മയുടെ, സ്നേഹത്തിൻ്റെ, പലപ്പോഴും നമുക്ക് ഒരാൾ നന്മ ചെയ്യുന്നത്, ഒരു സിനിമ ചെയ്തപ്പോൾ ആ സിനിമയ്ക്കകത്തുനിന്ന് എങ്ങനെയാണ് ഒരു ആത്മീയത കണ്ടെത്താൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു നന്മ എങ്ങനെ കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് നന്മയോടുകൂടി, വിശുദ്ധിയോടുകൂടി അതിനെ സമീപിക്കുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശുദ്ധി നിങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി, എനിക്കത് ലഭിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലഭിച്ച വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഈ അവാർഡ് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഞാൻ ഇതിന് അർഹനാണോ, മറ്റ് ആരെങ്കിലും ഉയർന്ന തലത്തിൽ കണ്ടെത്താൻ കഴിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേപോലെ എന്നോട് അതിൻ്റെ കാര്യകാരണങ്ങൾ പറയുകയുണ്ടായി. എനിക്ക് ലഭിക്കുന്ന ഈ 1,00,000 രൂപ എങ്ങനെ അയക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ചെറിയൊരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്, അതിലേക്ക് അയക്കുവാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ചെല്ലേണ്ടതും ചേരേണ്ടതും ചേരുന്നിടത്താണ്, ചേരേണ്ടത് എൻ്റെ കൈകളിലല്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ആ ട്രസ്റ്റിനായിട്ടാണ് ഈ പണം ഏൽപ്പിക്കുന്നത്. കൂടുതൽ നന്മകൾ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, Sri Blessy, for the wonderful speech. തീവ്രമായ അനുഭവങ്ങൾ ഉള്ള സിനിമകളുമായി ഇനിയും പ്രേക്ഷക മനസ്സുകളെ കവരാൻ ഇടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ശരിയാണ്, പല കാര്യങ്ങളും നമുക്ക് പറയാൻ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പോലെ ഉള്ളൊരു കാലഘട്ടമായിരിക്കാം. എന്നിരുന്നാലും ദൈവസ്നേഹം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ആരായാലും എന്തായാലും എന്തൊക്കെ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പം എവിടെ നമ്മളത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇവിടെ നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, ഒരുമയുടെ ഒരു സ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷം. മതമോ ജാതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ ഒരു അതിർവരമ്പുകളായി വരുന്നില്ല. തീർച്ചയായും ഈ അവാർഡിന് സാമുവൽ വേന അവാർഡിന് ബ്ലെസ്സിയെ തന്നെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. സിനിമകളിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സുവിശേഷമാണ്, സ്നേഹത്തിൻ്റെ സുവിശേഷം. അത് തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെ ഇനിയും പ്രേക്ഷക മനസ്സുകളിൽ എത്തട്ടെ. വളരെയധികം സിനിമകൾ അങ്ങനെയുള്ള ദൈവ സ്നേഹം കൊണ്ടുവരുന്ന രീതിയിലുള്ള സിനിമകളുമായി അദ്ദേഹം ഇനിയും എത്തട്ടെ.